എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആധുനിക മീര എന്നറിയപ്പെടുന്ന ഹിന്ദി കവയിത്രി. ആധുനിക മീര എന്നറിയപ്പെടുന്ന ഹിന്ദി കവയിത്രി മഹാദേവി വർമ്മ. മഹാദേവി വർമ്മയാണ് ആധുനിക മീര എന്നറിയപ്പെടുന്ന ഹിന്ദി കവയിത്രി. ഏഷ്യയുടെ വിളക്ക് എന്നറിയപ്പെടുന്നത്. ഏഷ്യയുടെ വിളക്ക് എന്നറിയപ്പെടുന്നത് ഗൗതമ ബുദ്ധൻ. ഗൗതമ ബുദ്ധനാണ് ഏഷ്യയുടെ വിളക്ക് എന്നറിയപ്പെടുന്നത്. AKG എന്നറിയപ്പെട്ടിരുന്നത്. AKG എന്നറിയപ്പെട്ടിരുന്നത് ആയില്യത്ത് കുറ്റിയാരി ഗോപാലൻ. ആയില്യത്ത് കുറ്റിയാരി ഗോപാലനാണ് AKG എന്ന് അറിയപ്പെട്ടിരുന്നത്. മഹാമാന എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. മഹാമാന എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യയാണ് മഹാമാന എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യൻ ജേർണലിസം എന്നറിയപ്പെടുന്നത്. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യൻ ജേർണലിസം എന്നറിയപ്പെടുന്നത് തുഷാർ കാന്തി ഘോഷ്. തുഷാർ കാന്തി ഘോഷാണ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യൻ ജേർണലിസം എന്നറിയപ്പെടുന്നത്. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ, പ്രിൻസ് എമംഗ് ദ പാട്രിയറ്റ്സ് എന്ന് ആരെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ആരെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിനെയാണ് ഗാന്ധിജി രാജ്യസ്നേഹികളുടെ രാജകുമാരൻ, പ്രിൻസ് എമംഗ് ദ പാട്രിയറ്റ്സ് എന്ന് വിശേഷിപ്പിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിവരശേഖരണ സംരംഭമായി അറിയപ്പെടുന്ന ഇന്ത്യൻ ഏജൻസി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിവരശേഖരണ സംരംഭമായി അറിയപ്പെടുന്ന ഇന്ത്യൻ ഏജൻസി ദേശീയ തിരിച്ചറിയൽ അതോറിറ്റി, UIDAI. ദേശീയ തിരിച്ചറിയൽ അതോറിറ്റിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിവരശേഖരണ സംരംഭമായി അറിയപ്പെടുന്ന ഇന്ത്യൻ ഏജൻസി. ദേശീയ തിരിച്ചറിയൽ അതോറിറ്റി UIDAIയുടെ ആദ്യ ചെയർമാൻ. ദേശീയ തിരിച്ചറിയൽ അതോറിറ്റിയുടെ ആദ്യ ചെയർമാൻ നന്ദൻ നിലേകനി. നന്ദൻ നിലേകനിയാണ് ദേശീയ തിരിച്ചറിയൽ അതോറിറ്റിയുടെ ആദ്യ ചെയർമാനായിരുന്നത്. സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത്. സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് അമ്പലവയൽ. വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ് സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത്. ഇന്ത്യയിൽ വൻതോതിലുള്ള സാമ്പിൾ സർവേകൾ നടത്തുന്നതിനായി നിലവിൽ വന്ന സ്ഥാപനം. ഇന്ത്യയിൽ വൻതോതിലുള്ള സാമ്പിൾ സർവേകൾ നടത്തുന്നതിനായി നിലവിൽ വന്ന സ്ഥാപനം നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്, NSSO. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസാണ് ഇന്ത്യയിൽ വൻതോതിലുള്ള സാമ്പിൾ സർവേകൾ നടത്തുന്നതിനായി നിലവിൽ വന്ന സ്ഥാപനം. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് PC മഹ്ലനോബിസ്. PC മഹ്ലനോബിസ് ആണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ്. ഇത് പറഞ്ഞതാരാണ്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ്. ഇത് പറഞ്ഞതാരാണ്? റൂസോ. റൂസോയുടെ വാക്കുകളാണ് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്നത്. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് എന്ത്? ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ആണ് ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത്. ഭൂമിയിൽ നിന്ന് ഏറ്റവും വലുപ്പത്തിൽ കാണാവുന്ന നക്ഷത്രം. ഭൂമിയിൽ നിന്ന് ഏറ്റവും വലുപ്പത്തിൽ കാണാവുന്ന നക്ഷത്രം സൂര്യൻ. സൂര്യനാണ് ഭൂമിയിൽ നിന്ന് ഏറ്റവും വലുപ്പത്തിൽ കാണാവുന്ന നക്ഷത്രം. ഗോവയിലെ ഔദ്യോഗിക ഭാഷ. ഗോവയിലെ ഔദ്യോഗിക ഭാഷ കൊങ്കണി. കൊങ്കണിയാണ് ഗോവയിലെ ഔദ്യോഗിക ഭാഷ. ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത്. ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത് വെർണർ വോൺ ബ്രൗൺ. വെർണർ വോൺ ബ്രൗൺ ആണ് ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത്. തിരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അധികാരത്തിൽ വന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി. തിരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അധികാരത്തിൽ വന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി AB വാജ്പേയി.
AB വാജ്പേയിയാണ് തിരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അധികാരത്തിൽ വന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി. ഒന്നാം ലോകമഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത്. ഒന്നാം ലോകമഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ഹെർബർട്ട് ഹെൻറി ആസ്ക്വിത്ത്. 1908 മുതൽ 1916 വരെയാണ് അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത്. ഹെർബർട്ട് ഹെൻറി ആസ്ക്വിത്ത് ആണ് ഒന്നാം ലോകമഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത്. ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര. ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയാണ് ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര. ഏറ്റവും വലിയ ആസ്റ്ററോയിഡ്. ഏറ്റവും വലിയ ആസ്റ്ററോയിഡ് സീരീസ്. സീരീസ് ആണ് ഏറ്റവും വലിയ ആസ്റ്ററോയിഡ്. ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത്. ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത് പാല നാരായണൻ നായർ. പാല നാരായണൻ നായരാണ് ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത്. എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബിൽ ലോകസഭയിലേക്ക് പുനഃപരിഗണനയ്ക്ക് അയക്കേണ്ടത്? എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബിൽ ലോകസഭയിലേക്ക് പുനഃപരിഗണനയ്ക്ക് അയക്കേണ്ടത്? 14 ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബിൽ ലോക്സഭയിലേക്ക് പുനഃപരിഗണനയ്ക്ക് അയക്കേണ്ടത്. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യ വ്യക്തി. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യ വ്യക്തി തകഴി. തകഴിയാണ് ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യ വ്യക്തി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ്? ബാംഗ്ലൂർ. ബാംഗ്ലൂരിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് സ്ഥിതി ചെയ്യുന്നത്. ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബ്. ജാലിയൻ വാലാബാഗ് പഞ്ചാബ് സംസ്ഥാനത്താണ്. കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്ത്? കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനില. മനിലയാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം. സുവർണ പഗോഡകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം. സുവർണ പഗോഡകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം മ്യാൻമർ. മ്യാൻമറാണ് സുവർണ പഗോഡകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം. ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീനാണ് ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ്. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ് ദ്രോണാചാര്യ അവാർഡ്. ദ്രോണാചാര്യ അവാർഡാണ് കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ്. മദർ തെരേസ ജനിച്ച രാജ്യം. മദർ തെരേസ ജനിച്ച രാജ്യം മുൻ യൂഗോസ്ലാവിയയിലെ മാസിഡോണിയയിൽ. മുൻ യൂഗോസ്ലാവിയയിലെ മാസിഡോണിയയിലാണ് മദർ തെരേസ ജനിച്ചത്. ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത്? ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത്? കാർഷിക കടം. ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത്? കാർഷിക കടം. സർഗാസോ കടൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? സർഗാസോ കടൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? അറ്റ്ലാന്റിക്. സർഗാസോ കടൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. കുട്ടൻകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം. കുട്ടൻകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം കൂടൽമാണിക്യം ക്ഷേത്രം. കുട്ടൻകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് കൂടൽമാണിക്യം ക്ഷേത്രം. മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്. ശാസ്ത്രമില്ലാത്ത മതം കുരുടനും. ആരുടേതാണ് ഈ വാക്കുകൾ? മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്. ശാസ്ത്രമില്ലാത്ത മതം കുരുടനും. ആരുടേതാണ് ഈ വാക്കുകൾ? ഐൻസ്റ്റീൻ. ഐൻസ്റ്റീൻ്റെ വാക്കുകളാണ് മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്, ശാസ്ത്രമില്ലാത്ത മതം കുരുടനും എന്നത്. APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിച്ച വർഷം. APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിച്ച വർഷം 1997. 1997 APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിക്കുന്നത്. പ്രസാർ ഭാരതി ആക്ടിനെ കുറിച്ച് പഠിക്കാൻ 1995 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി.
പ്രസാർ ഭാരതി ആക്ടിനെ കുറിച്ച് പഠിക്കാൻ 1995 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി സെൻഗുപ്ത കമ്മിറ്റി. സെൻഗുപ്ത കമ്മിറ്റിയാണ് പ്രസാർ ഭാരതി ആക്ടിനെ കുറിച്ച് പഠിക്കാൻ 1995 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി. EMS ഗ്രന്ഥകാരനായത് ആരെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിക്കൊണ്ടാണ്? EMS ഗ്രന്ഥകാരനായത് ആരെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിക്കൊണ്ടാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിക്കൊണ്ടാണ് EMS ഗ്രന്ഥകാരനാകുന്നത്. ഒരേ സമയം ആസിഡിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേര്. ഒരേ സമയം ആസിഡിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേര് ആംഫോടെറിക്. ആംഫോടെറിക് എന്നാണ് ഒരേ സമയം ആസിഡിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേര്. നുമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നുമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നാണയം. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നുമിസ്മാറ്റിക്സ്. ലോക പോളിയോ ദിനം. ലോക പോളിയോ ദിനം ഒക്ടോബർ 24. ഒക്ടോബർ 24 ലോക പോളിയോ ദിനം. നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം. നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം സിട്രിക് അമ്ലം. സിട്രിക് അമ്ലമാണ് നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം. ഐതിഹ്യമാല രചിച്ചത്. ഐതിഹ്യമാല രചിച്ചത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് ഐതിഹ്യമാല രചിച്ചത്. ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിൽ? ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ്? കൊല്ലം. കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത്. പ്രപഞ്ചം മുഴുവൻ എൻ്റെ നാടാണ് എന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരി. പ്രപഞ്ചം മുഴുവൻ എൻ്റെ നാടാണ് എന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൗള. കൽപ്പന ചൗളയാണ് പ്രപഞ്ചം മുഴുവൻ എൻ്റെ നാടാണെന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരി. ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത്. ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത് റുഡോൾഫ് ഡീസൽ. റുഡോൾഫ് ഡീസലാണ് ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത്. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനം. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനം ഗട്ടേഷൻ. ഗട്ടേഷനാണ് പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത്. ഗട്ടേഷൻ. ഷോർട്ട് ഹാൻഡിൻ്റെ ഉപജ്ഞാതാവ്. ഷോർട്ട് ഹാൻഡിൻ്റെ ഉപജ്ഞാതാവ് ഐസക് പിറ്റ്മാൻ. ഐസക് പിറ്റ്മാനാണ് ഷോർട്ട് ഹാൻഡിൻ്റെ ഉപജ്ഞാതാവ്. പാചകവാതക സിലിണ്ടറുകളിൽ ചോർച്ച തിരിച്ചറിയുന്നതിന് വേണ്ടി ചേർക്കുന്ന ഗന്ധമുള്ള രാസവസ്തു. പാചകവാതക സിലിണ്ടറുകളിൽ ചോർച്ച തിരിച്ചറിയുന്നതിന് വേണ്ടി ചേർക്കുന്ന ഗന്ധമുള്ള രാസവസ്തു എഥൈൽ മെർക്യാപ്റ്റൻ. എഥൈൽ മെർക്യാപ്റ്റനാണ് പാചകവാതക സിലിണ്ടറുകളിൽ ചോർച്ച തിരിച്ചറിയുന്നതിന് വേണ്ടി ചേർക്കുന്ന ഗന്ധമുള്ള രാസവസ്തു എഥൈൽ മെർക്യാപ്റ്റൻ. ബ്രഹ്മാനന്ദോദയം എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്. ബ്രഹ്മാനന്ദോദയം എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികളാണ് ബ്രഹ്മാനന്ദോദയം എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.